മഹാഭാരതത്തിൽ കഠിനമായൊരു നിമിഷം വായനക്കാരനെ വല്ലാതെ വേദനിപ്പിച്ച് കടന്നു പോകുന്നത് കാണാം. കുരുക്ഷേത്രയിൽ ആർക്കും ഭേദിക്കാൻ സാധിക്കാത്ത ദ്രോണരാൽ നിർമ്മിക്കപ്പെട്ട ചക്രവ്യൂഹത്തിനകത്തേക്ക് കടന്നാക്രമിക്കുമ്പോൾ ചതിയിലൂടെ നെഞ്ചിലേൽക്കേണ്ടി വന്ന അമ്പുകളുടെ ആഴം ജീവനെടുക്കാൻ ശേഷിയുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും രഥചക്രം ചുരുട്ടി നിൽക്കുന്ന അഭിമന്യുവിൻ്റെ ചിത്രം ഇന്നും രോമാഞ്ചം തന്നെയാണ്. ശേഷം മരണം കൊണ്ട് പരാജയപ്പെട്ടുവെങ്കിലും ആ യുദ്ധം ജയിച്ചത് അവൻ തന്നെയായിരുന്നു. കാലമത് ഇന്നും വാഴ്ത്തിപ്പാടുകയാണ്. കാരണം കൗരവർ ആ 17കാരനെ വീഴ്ത്തിയത് യുദ്ധനിയമങ്ങൾ തെറ്റിച്ച് ചതിയിലൂടെയായിരുന്നു. പൂർണ്ണമായും ആ കഥയോട് സാമ്യം പുലർത്തി പറയാനാകില്ല എങ്കിലും 2021 ജൂലൈയുടെ 11-ാം നാളിൽ ലോകത്തിലെ ഏറ്റവും വലിയ കാൽപന്ത് മൈതാനത്ത് അരങ്ങേറിയ ചരിത്രത്തിലെ പലതും അതിൻ്റെ പുനരാവിഷ്കരണമായിരുന്നുവെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് മറക്കാന കുരുക്ഷേത്രയായിരുന്നുവെങ്കിൽ ദ്രോണർ ലയണൽ സ്കലോണിയായിരുന്നു. അയാൾ അർജന്റീനയിൽ തയ്യാറാക്കിയെടുത്ത ചക്രവ്യൂഹ പദ്ധതികൾക്ക് മുന്നിൽ അന്നും അതിനുശേഷവും എന്തിന് ഇന്ന് പോലും ആർക്കും ആയുസധികം ബാക്കിയുണ്ടായിരുന്നില്ല. ഡീപോളിൻ്റെ ഓവർഹെഡ് ബോൾ അന്തരീക്ഷത്തിലൂടെ ഡിമിലയിലേക്ക് എത്തുന്നതും ശേഷം ബ്രസീലിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് കയറുന്നതും ഏതാണ്ട് മത്സരത്തിന് 22-ാം മിനിറ്റിലായിരുന്നു. യുദ്ധം ജയിച്ചു എന്നവർ ഏറെക്കുറെ ഉറപ്പിച്ച നിമിഷം. മറക്കാനയിൽ ഇനി ബ്രസീലിനൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് അവരുടെ ആരാധകർ പോലും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഈ തലമുറയിൽ അങ്ങനെയൊരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കുന്ന ആരും തന്നെ ബ്രസീൽ കുപ്പായത്തിൽ ഇന്ന് ഇല്ല എന്നും അർജന്റീന വിശ്വസിച്ചു. സ്കലോണിയും സംഘവും അതിൽ ആശ്വസിക്കുകയും ചെയ്തു. എന്നാൽ പക്ഷേ ദ്രോണരെയും കൗരവപ്പടയെയും ദുര്യോധനെയും ഭയപ്പെടുത്തിയതുപോലെ യുധിഷ്ഠിരനെ അത്ഭുതപ്പെടുത്തിയതുപോലെ സ്കലോണിയുടെ മനസ്സിലും ആ ഭയവും അത്ഭുതവും കടന്നുകൂടി. എന്തിന് സാക്ഷാൽ ലയണൽ മെസ്സി പോലും ചിന്തിച്ചു പോയി കാണും ഒന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല എന്ന്. കാരണം ഗോൾ നേടി 22-ാം മിനിറ്റ് മുതൽ മത്സരത്തിന് 2-ാം പകുതിയും 90-ാം മിനിറ്റിന് ശേഷമുള്ള ഇഞ്ചുറി ടൈമിലും അവരെ ഭയപ്പെടുത്തിയ, അർജന്റീനയുടെ നെഞ്ചെടുപ്പ് കൂട്ടിയ, അവരുടെ ആരാധകരുടെ പൾസിനെ സമനില തെറ്റിച്ച സാമ്പ പരമ്പരയിലെ അവസാനത്തെ കണ്ണി ആ മണ്ണിൽ ജീവൻ പണയം വെച്ച് പൊരുതുന്നുണ്ടായിരുന്നു. അല്ല, 10 പേർക്ക് സമമെന്ന് തോന്നിച്ച ആ 11-ാമൻ അയാൾ അവിടെ അർജന്റീനയുടെ തന്ത്രങ്ങളെയും സ്കലോണിയുടെ ചക്രവ്യൂഹത്തെയും ഒറ്റയ്ക്ക് തീർത്ത് കളയുന്നുണ്ട്. ഡീപോളിൻ്റെ മധ്യനിരയെയും ഓട്ടോമനിയുടെ ഡിഫൻസിനെയും വരെ ഒറ്റയ്ക്ക് കത്തിക്കുന്നുണ്ട് അയാൾ. സ്കില്ലുകൾ കൊണ്ട് അവരെ നക്ഷത്രം എണ്ണിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും മികച്ചവനെ പോലും കബളിപ്പിക്കുന്നുണ്ട്. അർജന്റീനയും ആരാധകരും മുൻവിധി മറന്നുപോയ മിനിറ്റുകൾ, സ്കലോണിയുടെ നിയമങ്ങൾ അപ്പാടെ പതറിയ സെക്കൻഡുകൾ. ലോകത്തിലെ ഫുട്ബോൾ ആരാധകരുടെ ഹൃദയങ്ങളെല്ലാം അയാളുടെ വിജയത്തിനായി കാത്തിരുന്നിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു സമനിലയെങ്കിലും അയാൾ അർഹിച്ചിരുന്നുവെന്ന് തോന്നിപ്പിച്ച നിമിഷം. എന്നാൽ പക്ഷേ മറക്കാനയിൽ ഒടുക്കം അയാൾ വീണു പോകുന്നത് കാണാം. അഭിമന്യു വരിച്ച ചതിയമ്പുകൾ ഉന്നം വെച്ചത് നെഞ്ചകമായിരുന്നുവെങ്കിൽ അർജന്റീനയ്ക്ക് അയാളുടെ കാലുകൾ തകർക്കേണ്ടി വരുന്നുണ്ട്. ഒടുവിൽ കണ്ണീരണിഞ്ഞ് കളം വിടുമ്പോൾ അർജന്റീനയിൽ മെസ്സി ആദ്യമായി ഇൻ്റർനാഷണൽ കിരീടം ചൂടുന്നുണ്ട്. എന്നാൽ ആ ചൂടിൻ്റെ വിയർപ്പിന് പരാജയപ്പെട്ടവനോട് പൊരുതി നേടേണ്ടി വന്നുവെന്ന നിരാശയും അപമാനവും അപ്പാടെ ബാധിച്ചു കഴിഞ്ഞിരുന്നു. വിജയിച്ചവരുടെ പക്ഷം ലോകം വാഴ്ത്തുമ്പോൾ ആ ചരിത്രം വാഴ്ത്തപ്പെട്ടത് തോറ്റുപോയവരുടെ കഥയാണ്, തോറ്റവൻ്റെ പേരാണ്. വിജയിച്ചവരുടെ നെഞ്ചിലെ പേടി സ്വപ്നമായിരുന്ന ആ അമാനുഷികൻ്റെ കഥയാണ്. അതെ, സാക്ഷാൽ നെയ്മർ ജൂനിയറിൻ്റെ കഥ. ഇന്നും മെസ്സിയും സംഘവും ആ ദിവസവും 90 മിനിറ്റും മറന്നിട്ടില്ല. വിജയിച്ചപ്പോൾ പോലും അവർക്ക് അയാളുടെ സാമർത്ഥ്യത്തെ ബഹുമാനിക്കേണ്ടി വരുന്നുണ്ട്. അതിനു മുന്നിൽ പരാജയപ്പെട്ടുവെന്ന് സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. വിജയിച്ചവൻ്റെ നെഞ്ചിലെ പേടി സ്വപ്നമായി അന്നും ഇന്നും അവരുടെ മനസ്സിനെ അത് പൊള്ളിച്ചുകൊണ്ടേയിരിക്കുന്നു. കുപ്പയിൽ നിന്നും കൊട്ടാരത്തിലേക്ക് സഞ്ചരിച്ച
ഒരു നെരുന്ത് പയ്യൻ സാന്റോസിലും ബാഴ്സലോണയിലും PSG-യിലും ബ്രസീലിലും തീർത്ത നിമിഷങ്ങളെ പകരം വയ്ക്കുവാൻ ഈ തലമുറയിലും മുൻ തലമുറയിലും ആരും തന്നെ ഉണ്ടായിട്ടില്ല. മൈതാനങ്ങളിൽ അയാൾ വരച്ചാരങ്ങളും വൃത്തങ്ങളും ചതുരങ്ങളും കണ്ട് കൈയടിക്കാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. നെയ്മർക്ക് മാത്രം ചാരു നൽകാൻ സാധിക്കുന്ന റെയിൻബോകളും ഫ്ലിപ്പുകളും ചിപ്പുകളും നെറ്റ്ബഗുകളും ഫ്രീ സ്റ്റൈലുകളും അനുകരിക്കാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. അയാളുടെ ഗോളും സെലിബ്രേഷനും ആഗ്രഹിക്കാത്തവർ. റോണോ മെസ്സി ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിലും ഒരുപാട് നെയ്മർമാർ ഈ ലോകത്ത് പുനർജനിക്കുന്നുണ്ട്. അവർക്ക് അയാൾ തന്നെയാണ് അവരെക്കാളേറെ മികച്ചവൻ. ബലോൺ ഡോറുകളും വേൾഡ് കപ്പുകളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാണിക്കാമെങ്കിലും നെയ്മർ തന്നെയാണ് അവർക്കെല്ലാം ഇന്നും എന്നും അൾട്ടിമേറ്റ്. നിരാശയോടെയല്ലാതെ അയാളെ ആർക്കും ഇന്നും ഓർക്കുവാൻ സാധിക്കില്ല. പരിക്കും വർഷങ്ങളുടെ റെസ്റ്റും തിരിച്ചുവരവുകളിലെ വിസ്മയങ്ങളും പരിക്കുകളുടെ ആവർത്തനങ്ങളും ആരാധകരിൽ വിരസതയോടെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. പരിഹാസങ്ങളും അപഹാസങ്ങളും അയാളുടെ ആയുസിനെയും ആരാധകരുടെ നെഞ്ചിനെയും കീറി മുറിച്ചുകൊണ്ടേയിരുന്നു. 2014 വേൾഡ് കപ്പിൽ അവതരിച്ച നെയ്മർ വേർഷൻ ശേഷം വന്ന 2 വേൾഡ് കപ്പിലും ആർക്കും ദർശിക്കാനായിരുന്നില്ല. തകർന്ന കണങ്കാലിലെ പേശികളും അസ്ഥികളും പഴയ നെയ്മറായി തുടരുവാൻ അയാളെ സമ്മതിച്ചിരുന്നില്ല എന്നതായിരുന്നു വാസ്തവം. എങ്കിലും ഇതുപോലെ ഇടയ്ക്കിടെ വന്ന് അയാൾ പഴയതിനെ പലതും ഓർമ്മിപ്പിച്ചുകൊണ്ട് കടന്നു പോയിക്കൊണ്ടേയിരുന്നു. നെയ്മറിൻ്റെ യഥാർത്ഥ ശത്രു നെയ്മർ തന്നെയായിരുന്നുവെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. എതിരാളികളുടെ ഹൃദയം തകർക്കുന്ന തരത്തിലുള്ള സ്കില്ലുകളും തനിക്ക് പോറലേറ്റാൽ ഏൽപ്പിച്ചവനെ മാടി വിളിച്ച് തീർത്ത് കളയുന്ന രീതിയും എത്ര പവർഫുള്ളായ ഡിഫൻസിനെയും കീറിമുറിക്കാനുള്ള ചിന്തയും 3-4 എതിരാളികളെ ഒറ്റയ്ക്ക് മറികടക്കാനുള്ള മെൻറ്റാലിറ്റിയും ഇതെല്ലാം ഒരുപക്ഷെ അയാളിലേക്ക് സ്വയം ശാപം വിളിച്ചു വരുത്താൻ കാരണമായിക്കൊണ്ടേയിരുന്നു. എതിരാളിയുടെ ക്ഷമയെയും അഭിമാനത്തെയും വരെ ചോദ്യം ചെയ്യുന്ന അത്തരം നെയ്മർ രീതികൾ അവരെ നിരന്തരം ചൊടിപ്പിച്ചുകൊണ്ടേയിരുന്നു. പരാജയപ്പെടുമ്പോഴെല്ലാം നെയ്മർ അവരുടെ ശത്രുവായി മാറി. അതുകൊണ്ട് തന്നെ അയാളുടെ കണങ്കാൽ അവർ ലക്ഷ്യമിട്ടു, നിരന്തരം തകർക്കുകയും ചെയ്തു. അങ്ങനെ നെയ്മർ തൻ്റെ കുഴി സ്വയം തോണ്ടുകയായിരുന്നു. ഒരു സാധാരണ പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന പോലെ നെയ്മറും കടന്നു പോയിരുന്നുവെങ്കിൽ ഇന്നും അയാൾ സ്ഥിരതയോടെ മൈതാനങ്ങളിൽ നിറഞ്ഞു വിരാജിക്കുന്നത് കാണാമായിരുന്നു. എന്നാൽ അത് ഒരിക്കലും ഈ ലോകം കാണുവാൻ ആഗ്രഹിക്കുന്ന അവരുടെ നെയ്മർ ആയിരിക്കില്ല, അവരുടെ ഫുട്ബോളിലെ സുൽത്താൻ ആയിരിക്കില്ല. റോണോ മെസ്സി ഇതിഹാസങ്ങൾക്കൊപ്പം ആരും തന്നെ അയാൾക്ക് സിംഹാസനം പോലും ഒരുക്കുമായിരുന്നില്ല. ലോകം കാണുവാൻ ആഗ്രഹിക്കുന്നത് 3-4 കളിക്കാരെ പറ്റിക്കുന്ന നെറ്റ്ബഗുകളും റെയിൻബോ ഫ്ലിപ്പുകളും ഡ്രിബിളുകളും കൊണ്ട് ആരാധകരെ ആനന്ദിപ്പിക്കുന്ന ആ വെർഷനെയാണ്. അപ്പോഴാണ് അത് യഥാർത്ഥ നെയ്മറാകുന്നത്. ആ നെയ്മറിനെയാണ് ഈ ലോകം ആരാധിച്ചതും ആസ്വദിച്ചതും. പ്രായം 33 കടന്നെങ്കിലും ഒരു വട്ടമെങ്കിലും പഴയ നെയ്മർ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ലോകത്തേറെ. അത് പൂർണ്ണമായി സംഭവിക്കില്ല എങ്കിൽ പോലും അയാൾക്ക് അത് തെളിയിക്കുവാനും വിശ്വാസങ്ങളെ സത്യമാക്കാനുമുള്ള ബാധ്യതയുണ്ട്. ചെറിയൊരു ഉരസൽ പോലും വേദനകൾ നൽകുന്നുവെങ്കിൽ, തകർന്നെല്ലുകളിൽ ഇളക്കം സംഭവിപ്പിക്കുന്നുവെങ്കിൽ ആ സാധ്യതകളുണ്ടോ എന്നും ചിന്തിക്കുന്നവരുമുണ്ട്. മനസ്സിൽ ഭയത്തോടെയല്ലാതെ ഇന്ന് അയാളുടെ കളി കാണുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നതും മറ്റൊരു സത്യം തന്നെയാണ്. നെയ്മറായിരിക്കുക അത് ഏറെ പ്രയാസമാണ്. പഴയ നെയ്മർ എന്നത് സ്വപ്നവും. പക്ഷേ 2026 വേൾഡ് കപ്പ് അയാളുടെ അവസാന നൃത്തവേദിയാകുമെന്ന് ഞാൻ ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായത്തെയും പരിക്കിനെയും കീഴ്പ്പെടുത്തുവാൻ അയാൾക്ക് ശീലിക്കേണ്ടി വരും. അത് നടന്നു കഴിഞ്ഞാൽ മുന്നിൽ മറ്റൊരു മറക്കാനെയോ സ്കലോണിയുടെ ചക്രവ്യൂഹമോ തടസ്സം നിൽക്കാം. അന്ന് നെയ്മർ കഥയിലെ അവസാന സംഹാര താണ്ഡവും നമുക്ക് നേരിൽ കാണാം. ഒന്നെങ്കിൽ അയാൾ, ഇല്ലെങ്കിൽ ലോക കിരീടം. ചരിത്രം രണ്ടാമത്തതിനോട് യോജിക്കട്ടെ. ചുമന്ന ശാപങ്ങൾക്ക് കാലം മോക്ഷം വിധിക്കട്ടെ. നെയ്മർ ഒരിക്കൽ കൂടി പുനർജനിക്കട്ടെ. No group of players carries greater privilege than those in the shivering shirts of Canary Yellow. Serbia, given the quirks and coincidences of successive draws, has played them twice in a row. Only Pele has scored more goals for Brazil than Neymar, and is now just 2 more. He is reaching out for immortality.